നമസ്കാരം. വിവികയാണ്. അഞ്ചൽ പനച്ചവിള SBI ബാങ്കിന് സമീപം സ്ഥാപിച്ചിരുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതായി പരാതി. ഈ കഴിഞ്ഞ 23-ാം തീയതിയായിരുന്നു രാത്രി ഈ ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഇത് 24-ാം തീയതിയോടുകൂടി രാത്രി സാമൂഹ്യ വിരുദ്ധർ ഇതിന്റെ മറവിൽ നശിപ്പിച്ചതായിട്ടാണ് ഇവിടെ പരാതി വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു ഫ്ലെക്സ് ബോർഡായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്നത്. എന്തായാലും സ്ഥാപിച്ച അടുത്ത ദിവസം തന്നെ ഇവിടെ ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഈ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടമുളയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു വലിയകാട്ടിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ SBI ബാങ്കിൻ്റെ ATMന് സമീപത്തായി CCTV ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇത്തരത്തിലൊരു അക്രമം ചെയ്യാൻ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ മുതിർന്നിരിക്കുന്നത്. ഇത്തരത്തിലാണെങ്കിൽ ഈ SBI ബാങ്കിന് ATMനൊക്കെ എന്തുമാത്രം സുരക്ഷിതത്വമാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. NYCയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീ അംബു ബാബുവിന്റെ പ്രതികരണത്തിലേക്ക്. NCPയുടെ ഒരു ഫ്ലെക്സ് ഇടമുളയ്ക്കലിൻ്റെ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനച്ചോള ജംഗ്ഷനിൽ സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ 24-ന് പുലർച്ചെ ആരോ ഈ ഫ്ലെക്സ് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് നശിപ്പിച്ചവർക്കെതിരെയായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ NCP ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പൊളിച്ച് കളഞ്ഞ സാമൂഹ്യ വിരുദ്ധന്മാരെ ശരിക്കും കണ്ടെത്തേണ്ടി ഇരിക്കേണ്ടിയിരിക്കുകയാണ്. ഇതിലും വലിയ ഫ്ലെക്സ് വെക്കാനാണ് നിലവിൽ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇരുട്ടിൻ്റെ മറവിൽ ആര് തന്നെ ചെയ്തിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ബഹുമാനപ്പെട്ട അഞ്ചൽ സബ് ഇൻസ്പെക്ടർക്ക് മുൻപാകെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റ് ലഭ്യമാണ്. ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ NCP. ഫ്ലക്സ് ബോർഡ് തകർത്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരായി അഞ്ചൽ CI കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ VVK, ചാനൽ V, അഞ്ചൽ.